നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റവും വലിയൊരു അൺബോക്സിംഗ് ആണ് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കൊള്ളുകല്ല, ഒരു കാശിനെ കൊള്ളുകല്ല. So friends, this video is powered by Shop 101. ഇതെന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ആണ്. അടിപൊളിയാണ്. ഇതിനകത്ത് സാരീസ്, കുർത്തീസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യണ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിന് ഫാമിലി മെമ്പേഴ്സ് ആർക്കെങ്കിലും ഷെയർ ചെയ്യുക വാട്സപ്പിലൂടെ. ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള റേറ്റ് കൊടുക്കുക, എന്നിട്ട് നമുക്ക് സെയിൽ നടത്തുക. അപ്പോൾ നമുക്ക് കുറേ പൈസ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. And guess what guys, the biggest referral dhamaka is here. That is ഈ മാസം 7 തൊട്ട് 15 ഡിസംബർ വരെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ കുറേ വട്ടം ഷെയർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് നമുക്ക് 20,000 രൂപ വരെ ഉണ്ടാക്കാൻ കഴിയും. ദാറ്റ് ഈസ് ഫസ്റ്റ് റാങ്കുള്ളവർക്ക് 20,000 രൂപ, സെക്കൻഡ് റാങ്ക് ആണെങ്കിൽ 15,000 രൂപ, ദാറ്റ് ഈസ് സെക്കൻഡ് തേർഡിന് 15,000 രൂപ, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് റാങ്കിന് 10,000 രൂപ, ആൻഡ് സിക്സ്ത് ആൻഡ് 10th റാങ്കിന് 5,000 രൂപ. നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ മാക്സിമം ഷെയർ ചെയ്യുക, ദാറ്റ് ഈസ് റെഫർ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഏൺ ചെയ്യുക. ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്ന ആൾക്കായിരിക്കും ദാറ്റ് ഈസ് 20,000 rupees കിട്ടുന്നത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങൾ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ബിലോ ദിസ് വീഡിയോ കിടപ്പുണ്ട്. കയറി അങ്ങ് ഡൗൺലോഡ് ചെയ്യൂ, ലോട്ട് ഓഫ് മണി ആൻഡ് ചെയ്യൂ. എന്റെ പൊന്നെ പറഞ്ഞിട്ടല്ലേ. യോ ഗൈസ്, നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റവും വലിയൊരു അൺബോക്സിംഗ് ആണ് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കേട്ടാ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം പറയാം, ഇത് ടി വിയും കാര്യമൊന്നും അല്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴും പറയാം. ഓൾമോസ്റ്റ് എല്ലാവരും ഇതൊക്കെ കാണുമ്പോൾ ടി വി ആണെന്ന് വിചാരിക്കും, പക്ഷെ ഇത് ടി വി അല്ല. ഓക്കെ, അപ്പൊ ഗൈസ് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ എടുത്തില്ലല്ലോ പിന്നെ അന്നല്ല ഈ പെട്ടി കൊള്ളാന്നൊക്കെ പറ. ഭയങ്കര വലിപ്പാണ് ഗൈസ്, അമ്മക്ക് പനിയാണ് കേട്ടോ. അതാണ് മൊഹോക്ക് ഇങ്ങനെ മിഞ്ഞി ചക്കര പോലെ ഇരിക്കണത്. ഇന്നിന്റെ ഡാഡിക്കുള്ളാണ്. യോ യോ യോ. അപ്പൊ ഗൈസ് ഇത് അഴിച്ചു പൊളിച്ചേക്കാം. ഗൈസ്, ഈ പെട്ടി ഭയങ്കര പാടാണ് കേട്ടോ പൊട്ടിക്കാൻ, ഒരു രക്ഷയില്ല. അച്ഛൻ പിന്നെ എക്സ്പേർട്ട് ആയതുകൊണ്ട് സീനൊന്നുമില്ല. കമോൺ ഡാഡി, കമോൺ. ഓ യേ, മതി. പൊട്ടിക്ക്. ഓ യേ യേ യേ. കണ്ട ഗൈസ്, ഒരു സൈക്കിളാണ് കേട്ടോ. കെട്ടല്ലേ കാറെടുത്തപ്പോ വലിച്ചു കുറച്ച് കളഞ്ഞു. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മൾ വാങ്ങിയ സാധനം. ദാറ്റ് ഈസ് ഇതൊരു ഫാറ്റ് ബൈക്ക് ആണ്, നോർമൽ സൈക്കിൾ അല്ല. ഇതൊരു ഫാറ്റ് ബൈക്ക് ആണ്. കണ്ട, ഇതിന്റെ ടയേഴ്സ് തന്നെ കണ്ടില്ല, ഭയങ്കര വലുതാണ്. അതുകൊണ്ടാണ് ഇതിന് ഒരു ഫാറ്റ് ബൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുമ്പോ ഗൈസ് ഇത് നമ്മളെ എന്തുവാണ് അസംബിൾഡ് ആയിട്ടാണ് വന്നത്. അപ്പൊ അതങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തില്ലേ. അപ്പൊ ഗൈസ് കണ്ട, ഇതൊക്കെ നമ്മൾ തന്നെ റെഡിയാക്കണം മാനുവലി. ഇതില്ല, അതുപോലെ പെഡലൊക്കെ വേറെ ഒരു ബോക്സിനകത്താകുന്നുണ്ട്. ഈ പെഡല് നമ്മൾ ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഹാൻഡിൽ കറക്റ്റ് ഇങ്ങനെ നേരെ ആക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കയറി നിന്നിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്ന് നമുക്ക് റെഡി ആക്കിയിട്ട് നോക്കാം. Hey, I'm a fucking nobody. I'm just a fan of music, but I hate fake titties. Hey, 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 pneumatic waist. Hey, 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 hey. ഇതൊട്ടുമല്ല ഡിസ് ട്രാക്ക്, ഡിസ് ട്രാക്ക്, ഡിസ് ട്രാക്ക്. അവരും ഒരു ഡാൻസ് പാട്ട്, ഡാൻസ് പാട്ട്, ഡാൻസ് പാട്ട്. അന്നേരെ വരും സ്ട്രൈറ്റ് ഫാക്സ്, സ്ട്രൈറ്റ് ഫാക്സ്, സ്ട്രൈറ്റ് ഫാക്സ്. ഇതൊട്ടുമല്ല ഡിസ് ട്രാക്ക്, ഡിസ് ട്രാക്ക്, ഡിസ് ട്രാക്ക്. Don't stress, just be happy. ചാകും നീയും ഞാനും ചുമ്മാ ചിരിച്ച് നീ സമയം അങ്ങട് മാറും. ഉൾക്കണ്ണ തുറന്ന് നീ ആരവം നീയാകും, നീയാകും, നീയാകും. ലേബലുകളില്ലെങ്കിലും പാട്ട് ഞാൻ ഇറക്കുമടാ. സരിഗമ പധാനി സറിതമൻ കവിതയട. ആടുമേട പാടുമേട നീ അങ്ങോട്ടൊലത്തുമോടാ. മില്യൺ വ്യൂസ് പൊതിഞ്ഞങ്ങട്ടെടുത്തോടാ. കഷ്ടപ്പാടില്ലാത്ത ആരാണിവിടെ? എല്ലാവർക്കും അവരുടേതായ കഥകളുമുണ്ട്. ഹിപ് ഹോപ്പ് ബ്രദർഹുഡാണ് ബ്രോ, വൺ മാൻ ഷോ അല്ല. Yo, what is up people? രാവിലെ നമ്മൾ ചെറുക്കനായിട്ട് വന്നിരിക്കണം. ആക്ച്വലി ഇന്ന് ഇവനല്ല ചെറുക്കൻ ഉദ്ദേശിച്ചത്, ഇവനാണ്. കണ്ട, അടിപൊളിയല്ലേ? യോ യോ, മൈ ന്യൂ ഫാറ്റ് ബേർഡർ, അല്ലെങ്കിൽ ഒരു ഫാറ്റ് ബൈക്ക് ആണെങ്കിലും പറയാം. അപ്പോൾ രാവിലെ തന്നെ കഴിച്ച് നമ്മൾ ആലപ്പുഴ ബീച്ച് വന്നിരിക്കുകയാണ്. ഞാനും അമൽ പോയി. പിന്നെ നമ്മുടെ ചെറുക്കൻ്റെ സൈക്കിളാണ് ഇത് പുതിയത്. എത്ര രൂപയാണോ? 21,500 കേട്ടാ. അടിപൊളിയാണ്. പിന്നെ ഞാനും പുതിയൊരു സാധനം എടുത്തോണ്ട് കേട്ടാ. ഓ, അപ്പോൾ ചുമ്മാ ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്ന രീതിക്ക് രാവിലെ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുറേ നാളെ രാവിലെയൊക്കെ ഇപ്പോൾ ഓടാനും ചാടാനൊക്കെ വന്നിട്ട്, അപ്പോൾ ഞാനോർത്ത് എന്തായാലും ഒരു സൈക്കിൾ എടുത്തിട്ട് രാവിലെ നമുക്ക് കലോറി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് കരുതി.
പിന്നെ കൂട്ടിന് നമ്മൾ അമൽ ബ്രോയും ഉണ്ട്. പിന്നെ ഗൈസ് ഇത് എടുക്കാനുള്ള വേറെ റീസൺ എന്ന് പറയുന്ന സംഭവം പൊല്യൂഷൻ ഫ്രീ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അറിയാലോ പെട്രോളൊക്കെ കത്തിയുള്ള ഇന്ധനമൊക്കെ കത്തി കുറേ പൊല്യൂഷനൊക്കെ ആവുന്നതാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സൈക്കിൾ അങ്ങനെയൊന്നുമില്ല. പൊല്യൂഷൻ ഫ്രീ ആണ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്ക് ഗൈസ് കഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫാറ്റും കാര്യങ്ങളൊക്കെ ബേണായി പോകുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ എടുത്തത്. എനിക്കത് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം അടിപൊളി ഗൈസ്. ഇതിൻ്റെ ടയേഴ്സ് കേട്ടാ, ഇത് ഫാറ്റ് ബൈക്ക് എന്നാണ് ഇതിന് പറയണത് കേട്ടോ, ഫാറ്റ് ബൈക്ക്. കാരണം ഇതിൻ്റെ ടയർ തന്നെ അത്രയ്ക്ക് ഫാറ്റാണ്, ലൈക്ക് മൈ ആസ്. ഭയങ്കര ഫാറ്റാണ്, അത് എനിക്ക് ആസും കുറക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫാറ്റ് ബൈക്ക് എടുക്കാൻ കാരണം തന്നെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഫാറ്റ് കട്ട് ചെയ്യണം, പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലൂടെ ചവിട്ടിട്ട് വരാം. അവരും ഒരു ഡാൻസ് പാട്ട് ഡാൻസ് പാട്ട് ഡാൻസ് പാട്ട് അന്നേരെ വരും സ്ട്രൈറ്റ് ഫാക്സ് സ്ട്രൈറ്റ് ഫാക്സ് സ്ട്രൈറ്റ് ഫാക്സ് ഇതൊട്ടുമല്ല ഡെസ് ട്രാക്ക് വണ്ടി കളി ഇപ്പം എന്നെ കൊണ്ട് പോയാനാവും മരിക്കും. പിന്നെ ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മെയിൻലി ഓഫ് റോഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ല നമുക്ക് ഓൺ റോഡ് ആണെങ്കിൽ ഈ സൈക്കിൾ എടുക്കുന്ന കാര്യമില്ല. പക്ഷേ എനിക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാവുന്ന സാധനമൊക്കെ എടുത്തത് കേട്ടാ. പിന്നെ ഇതിന് വല്ല ഫാറ്റി ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ മണ്ണിലൂടെയൊക്കെ സിമ്പിളായിട്ട് പോകാൻ പറ്റും. പുതഞ്ഞൊന്നും സംഭവം പോകത്തൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ എന്താ പുതമണ്ണിലോട്ട് ചവിട്ടി പോയി കാണിച്ചു തരാം. ഓടുക. അടുത്തായിട്ട് ഇതിൻ്റെ കുറച്ച് സ്പെക്കും കാര്യങ്ങളും നമ്മുടെ അമൽ ബോയ് പറയുന്നതാണ്. കാരണം ഇതിനു മുമ്പ് വീണ്ടും കുറേ സൈക്കിൾ വാങ്ങി നല്ല പരിചയമുള്ള ഒരു അഗ്രകണ്യനാണ് നമ്മുടെ അമൽ ബോയ്. അതുകൊണ്ട് ചെറുക്കൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. കമോൺ ബോയ്, കമോൺ പറയണം മുത്തേ. അപ്പോൾ ഇത് വാൾടെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, നല്ലൊരു കമ്പനിയാണ്. അതിൻ്റെ ഫാറ്റ് ടയർ സൈക്കിൾസ് ആണ് ഇത്. അപ്പോൾ ഫാറ്റ് ടയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ ഫാറ്റ് ബേണിങ്, അതിൽ പേരിൽ തന്നെ ഉള്ള ആ ഒരു അർത്ഥം തന്നെ അതിനുള്ളത്. ഫാറ്റ് ബേണിംഗ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം ഇത് ചവിട്ടാൻ കുറച്ച് സ്ട്രെയിൻ വേണം. നമുക്ക് ലോങ് റൈഡ് പോകാൻ പറ്റത്തില്ല, നമുക്ക് ഷോർട്ട് റൈഡ് തന്നെ ഓഫ് റോഡും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്പെക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഷിമാനോയുടെ ടൂർണി ഗിയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റിയർ ഷിഫ്റ്ററാണ്, ഷിഫ്റ്റർ ഷിമാനോ ടൂർണി, അതുപോലെ തന്നെ ഫ്രണ്ട് ഷിഫ്റ്റർ ഷിമാനോ ടൂർണി തന്നെയാണ്. അതുപോലെ തന്നെ ഡിറൈലറിലേക്ക് വരുമ്പോൾ ഷിമാനോ തന്നെയാണ് ടൂർണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും. ഡിറൈലർ എന്ന് പറയുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിനാണ് ഡിറൈലർ എന്ന് പറയുന്നത്. നമ്മളതിന്റെ ഗിയർ എന്ന് പറയുന്നത് മലയാളത്തിൽ. അതുപോലെ തന്നെ പെഡൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്രിപ്പുള്ളതാണ്, ഒരുവിധം സ്റ്റാൻഡേർഡ് സൈക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഡിസ്ക്കാണ്, ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും. റിയറും ഫ്രണ്ടും ഡിസ്ക് ബ്രേക്ക് ആണ്. ഇതിന്റെ ടയർ എന്ന് പറയുമ്പോൾ നൈലോൺ ടയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, നല്ല ലാസ്റ്റിംഗ് ഉള്ള ടയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രിപ്പ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഓഫ് റോഡ് ഇപ്പം സ്കിഡി ആയിട്ടുള്ള ഏരിയകളിലൊക്കെ നമുക്ക് ചവിട്ടാൻ ഇത് എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് ഒരു റിസ്ക് കാണത്തില്ല, നമുക്ക് നല്ല ഗ്രിപ്പുണ്ട് ടയേഴ്സിന്. ഹാർഷായിട്ട് സ്ഥലത്തൊക്കെ അടിപൊളിയായിട്ട് പോകാം. ഇവന് സസ്പെൻഷന് കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സസ്പെൻഷൻ്റെ ആവശ്യമില്ല, കാരണം അത്രയ്ക്ക് ഫാറ്റി ആയിട്ടുള്ള ടയറാണ്. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ടയർ അങ്ങ് അബ്സോർബ് ചെയ്ത് എടുത്തോളും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സസ്പെൻഷൻ ഇല്ലാത്ത. ഭയങ്കര വലിയല്ലേ സൈക്കിൾ, അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ആവശ്യമില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ സംഭവം ഭയങ്കര സ്റ്റേബിളാണ് കേട്ടോ. വലിയ ടയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈവിട്ട് ഓടിച്ചാലും സംഭവം ഇങ്ങനെ ഓടിക്കും. നമ്മുടെ ബാറ്റ്മാൻ്റെ മറ്റേ സംഭവം ഉണ്ടല്ലോ, ഒരു ബൈക്കുള്ള സാധനം, അതേപോലത്തെ ടയറാണ്. അത്രയ്ക്ക് ഇല്ല, എന്നാലും സംഭവം അത്രയ്ക്ക് സ്റ്റേബിളാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ ഗിയർ കോമ്പിനേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 7x3 കോമ്പിനേഷനാണ്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് നോക്കുവാണെങ്കിൽ 3 ഗിയേഴ്സ് ആണ്. അതുപോലെ തന്നെ ബാക്കിലായിട്ടാണെങ്കിൽ 7, ദാറ്റ് ഈസ് 7x3 21 കോമ്പിനേഷനാണ് ടോട്ടലി ഇങ്ങനെ വരുന്നത് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് വോൾടെക്സിൻ്റെ സീറ്റ് തന്നെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇവിടെ ഒരു ചെറിയ ലിവർ പോലെ സംഭവം, അതിങ്ങനെ വെക്കുക, ഊരെടുക്കുക, വേണ്ട ഇത്രയുള്ള സംഭവം. ഓക്കെ, അത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ നൈസായിട്ട് ഇങ്ങനെ കയറ്റുക. എന്നിട്ട് ഇത് കണ്ടല്ലോ, ഇതിങ്ങനെ നൈസായിട്ട് ഗൈസ് ഇങ്ങനെ അടച്ചു കൊടുത്താൽ മാത്രം മതി. ഗൈസ്, ഫ്രെയിമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അലോയ് ഫ്രെയിമാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഗൈസ് നമുക്ക് തുരുമ്പൊന്നും അടിക്കേണ്ട, തുരുമ്പ് അടിക്കുക എന്നുള്ള പേടിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താ അലോയ്ക്ക് തുരുമ്പ് അടിക്കുന്നത്, അതെന്തുകൊണ്ടാണ്? അത് അലോയോട് ചോദിക്കണം. ഫ്രഷ്. അപ്പൊ ഗൈസ്, ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഞാൻ എടുത്തപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 14,200 സംതിങ് ആയിരുന്നു. പക്ഷെ എനിക്ക് 13 സംതിങ്ങിന് കിട്ടി.
ബട്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 15,000 എബോവ് ആണ്. ദാറ്റ് ഇസ് 15,200 സംതിങ് ആണ്. ഇനി ഇത് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, പിന്നെ അടിപൊളി സൈക്കിളാണ് ഇത്. ഞാൻ എറണാകുളത്ത് അവിടെ ഇവിടെയൊക്കെ തിരക്കി ഒരു കടയിലും ഇല്ലായിരുന്നു ഗൈസ്. ഞാൻ പിന്നെ സൈക്കിൾ ഇട്ടിട്ട് ഫ്ലിപ്കാർട്ട് വഴി തന്നെ വാങ്ങി. ഫ്ലിപ്കാർട്ടുകാർ വൃത്തിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്ത് അടിപൊളിയാണ്. സൈക്കിൾ എടുക്കുവാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ വഴി എടുത്തു, ഒരു കുഴപ്പമില്ല. പിന്നെ അടുത്തുള്ള കട ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോണ വഴിയാണ് നിക്കളിയൻ്റെ വീട്. അപ്പോൾ എന്തായാലും നമുക്ക് നിക്കളിയനെ ഒന്ന് കാണിച്ചു കൊടുക്കാം സൈക്കിൾ നമ്മുടെ. പുതിയ സാധനം എടുത്ത് എന്താണിത്? ഞാൻ ചുമ്മാ എടുത്തത്. അപ്പോൾ നിങ്ങളതൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് വന്നേ. നോക്ക് 14 രൂപ ഗിയർ. ആ ഈ അമ്മ എടുക്കാൻ വേറെ ലെവൽ എടുക്കുന്നതെന്ന് അറിയാലോ. അപ്ഡേറ്റ് എല്ലാവരും സബ് ചെയ്യാം. അങ്ങനെ എല്ലാവരും സബ് ചെയ്യാം. ഫ്രീ പ്ലഗ് ആടാ, അത് ഞാൻ ഇത്തിരി ഡംപ് കാണിക്കും. ഇത് കാണിക്കാൻ വേണ്ടി തന്നെ ആണിത്. ഇത് തന്നെ മണ്ണ് കയറുന്നുണ്ടല്ലോ. നമ്മള് പൈസ കൊടുത്ത് വാങ്ങാൻ നമ്മൾ എന്തായാലും കാണിക്കണ്ടേ? നിങ്ങൾക്ക് മാത്രമേ അടിച്ചു മാറ്റിയതായിരിക്കും. നമുക്ക് നമ്മളറിയാൻ മേലെ അടിച്ചു മാറ്റിയതാണ്. ഇതിപ്പോ പേപ്പറിൽ വരും. ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ കുഴപ്പമില്ല. കണ്ട എങ്ങനെയുണ്ട് സൈക്കിളോട് അറിയാവാ? നമ്മള് ഭയങ്കര വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം, അറിയാവാ? ഇത് 500 രൂപ. ഇത് നിങ്ങളുടെ പാട്ട XUV 500 അല്ല. ചുമാറേ അടിപൊളിയാണ് XUV 14. സത്യമായിട്ടും ഒരു പരിപാടിയില്ല. അതിനെന്താണ്, നമ്മളിത് ഫാറ്റ് കെട്ടിയാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ഓടാൻ എഴുന്നേറ്റൊക്കെ വരും. ഇതാകുമ്പോ ചവിട്ടി പോയാ. ആ പറ യോഗക്ക് അതിങ്ങനെ വളയം തിരിയൊക്കെ വേണ്ട. ഈ പറയുന്നൊക്കെ അവൻ നെറ്റിലെടുക്കാൻ എന്ത് പറഞ്ഞാലും സൂക്ഷിച്ചിട്ടുണ്ടാവും. കൊറേ നാളെ സൈക്കിൾ ഓട്ടിട്ട് അതാണ് കാര്യം. അതാ ശരീരമൊക്കെ ഇത്തിരി അനങ്ങി പിത്തൊക്കെ ഈ ഡൗൺ ചെയ്യണൊക്കെ അറിയാലോ. യോ നിക്കളെ, എന്റെ മമ്മി എങ്ങനെയുണ്ട് എന്റെ സൈക്കിൾ? കൊള്ളുകല്ലോ, ഒരു കാശിന് കൊള്ളുകല്ലോ. അടിപൊളി അടിപൊളി. പറ നിക്കളി, എന്താണ് ചവിട്ടിയിട്ട് തോന്നിയത്? സത്യം പറയാം, ഇത് റിവ്യൂ യൂണിറ്റ് അല്ലേ? റിവ്യൂ അല്ല, ഞാൻ ഇത് പൈസ കൊടുത്ത് വാങ്ങിയതാ. ഇതാ 14,000 bucks. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വേറെ ലെവൽ സാധനം. ഇത് ഇനി ബീച്ചിൽ കൂടി ഓടിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ചെയ്ത് അറിയാം. ഇത്ര വലിയ ടയർ ആയതുകൊണ്ട് സിമ്പിളായിട്ട് ഇല്ല, അങ്ങനെയൊന്നും പോകുന്നില്ല. ഒരു സീനില്ല. ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. 2 ഗിയർ മാസീവ് വർക്ക്ഔട്ട് ആണ് തന്നെ. ഇതിന്റെ അകത്തൊരു 3x7 21 കോമ്പിനേഷൻ ആണല്ലേ. മാക്സിമം ലെവൽ ഇടുവാണെങ്കിൽ നല്ലൊരു വർക്ക്ഔട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെ സൈക്കിളെ തൊട്ട് പോലും എന്റെ കുറച്ചേരത്തെ പുച്ഛിച്ചിട്ട് അവിടെ ഇരുന്ന്. അതൊക്കെ അങ്ങനെ ആദ്യം ചെയ്യുന്ന അങ്ങനെയല്ലേ. കല്ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഞ്ജു അവിടെ ചെല്ലും. പിന്നെ കാശുകാർക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അത് തന്നെ അവിടെ എന്ത് വേണമെങ്കിലും എടുക്കാം. അതാണ് സാധനം. അതല്ല 2,000 bucksന് സൈക്കിൾ കിട്ടും. ഇത് 14,000 മുടക്കണമെങ്കിൽ സഞ്ജു വേറെ ലെവൽ. ഞാനൊരു അറ്റൻഷൻ സീക്കറാണെന്ന് അറിയാം. നമ്മള് ഒരു അറ്റൻഷൻ സീക്കറാണ്. അപ്പൊ നമ്മൾ ഇത്ര അറ്റൻഷൻ ഒക്കെ കിട്ടണ്ടേ? അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങളുടെ പ്രായൊന്നുമല്ല, ഇത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി. നിക്കളിയ എന്താ പറയണ നിക്കളിയ? നിക്കളിയ എന്റെ മമ്മി പൂച്ചയായിട്ട് സംസാരിക്കുന്നു. കണ്ടിന്യൂ. ഒരാഴ്ച മാത്രം ഈ ശുഷ്കാന്തി കടന്നല്ലോ. ഒരാഴ്ച ഇത് തന്നെയാണല്ലോ എല്ലാരും എന്നോട് പറയണത്. സത്യം പറഞ്ഞ ആഴ്ചയിൽ വന്നിട്ട് നമുക്ക് ഓടാൻ പോകണം, നമുക്ക് സിക്സ് പാക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവസാനം ഉണ്ടല്ലോ. ഫസ്റ്റ് ഡേ ഓടി, സെക്കൻഡ് ഡേ വിളിച്ചിട്ട് 4 എടുക്കില്ല അങ്ങനെയാണ് വിളിക്കണത്. അത് ഒരു വട്ടം മിസ് അടിച്ചിരിക്കണം. അപ്പൊ തന്നെ മനസ്സിലായി. ഒരു വട്ടം ഇതേ ഒരാഴ്ച. മാർക്ക് മൈ വേർഡ്സ്, ഒരാഴ്ച ഞാൻ 6 പാക്ക് ആക്കും ഗൈസ്. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ദാറ്റ് ഈസ് രാവിലെ തന്നെ ഞങ്ങൾ ജോഗിങ് അല്ല സൈക്ലിങ്ങിന് വന്നിരിക്കുവായിരുന്നു. ഞാൻ അവൽ പോയി. അപ്പോൾ അതിൻ്റെ ഇടക്ക് ജസ്റ്റ് ചെറുക്കനെ ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് കരുതിയിരിക്കുവായിരുന്നു. ഓക്കെ സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിരിക്കും. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കണം. കേട്ടല്ലോ. സോ ഗൈസ്, കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു. ബൈ ബൈ.